നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ച് മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ ആരവം 2026 പ്രകാശനവും ജീവകാരുണ്യ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മധ്യ കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യങ്ങൾ ഉന്നയിച്ച് ബെന്നി ബെഹനാൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ഫാദർ ജോസ് മാളിയേക്കൽ കാർമ്മികനായി. വ്യാഴാഴ്ച വൈകിട്ട് 4:45 പ്രസിഡന്റ് വാഴ്ച. 6 വെള്ളിയാഴ്ച വൈകിട്ട് 4:45 തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കലിന് വികാരി ഫാദർ വർഗീസ് പാത്താടൻ കാർമ്മികത്വം വഹിക്കും. 7 ശനിയാഴ്ച രാവിലെ 7:15 യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പുകൾ നടക്കും. രാത്രി 10 അമ്പ് എഴുന്നള്ളിപ്പുകൾ പള്ളിയിലേക്ക് തിരിച്ചെത്തും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6, 7:30, 9:30, ഉച്ചതിരിഞ്ഞ് 3, രാത്രി 8 കുർബാനകൾ. വൈകിട്ട് 4 തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് വർണ്ണമഴ. 9 തിങ്കളാഴ്ച ടൗൺ അമ്പ്. രാവിലെ 6, 7:15, വൈകിട്ട് 5 കുർബാനകൾ. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെ അമ്പ് എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ പ്രവേശിക്കും. തിരുനാൾ ദിനത്തിലെ ചടങ്ങുകൾ CBN ന്യൂസ് ചാനലിൽ, TCV ഉത്സവ് ചാനൽ, CBN ഓൺലൈൻ ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. പരിശുദ്ധാത്മാവിൻ ചിറകളിൽ സഞ്ചരിക്കുന്ന ചാലക്കുടിയിൽ തീപിടുത്തം. പോട്ട ധന്യ ഹോസ്പിറ്റലിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്ന 3 ഏക്കറോളം വരുന്ന സ്ഥലത്തായിരുന്നു തീപിടുത്തം. ആൾതാമസം ഇല്ലാതിരുന്ന വീടായതിനാൽ മുറ്റത്ത് ആകെ പുല്ല് നിറഞ്ഞിരുന്നു. തീ വീടിനടുത്ത് എത്തിയപ്പോഴേക്കും ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ പറ്റുകയും തീ അണയ്ക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 1:15 സംഭവം. ചാലക്കുടി ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ RK രമേശിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ PO വർഗീസ്, രജു AV, അനിൽ മോഹൻ, അനന്തു PR, സൂരജ് കുമാർ S, അരുൺ VN എന്നിവർ ചേർന്നാണ് തീ അണച്ചത്. ചൊവ്വാഴ്ച ദേശീയപാതയിൽ പിക്കപ്പ് വാൻ കത്തിയതടക്കം ചാലക്കുടി നിലയ പരിധിയിൽ 5 തീപിടുത്തങ്ങളാണ് ഉണ്ടായിരുന്നത്. തീ അണയ്ക്കാനായി അങ്കമാലി നിലയത്തെയും ഇരിയാലക്കുട നിലയത്തെയും ആശ്രയിക്കേണ്ടതായി വന്നു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ച് മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ ആരവം 2026 പ്രകാശനവും ജീവകാരുണ്യ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. ചാലക്കുടി DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷനായി. ടൗൺ അംബ കമ്മിറ്റി ചെയർമാൻ ഷൈജു പുത്തൻപുരയ്ക്കൽ, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിൻഡോ തോമസ്, ജനറൽ കൺവീനർ ജെയിൻ ചിറ്റിലപ്പള്ളി, ബിജു മാളക്കാരൻ, രഞ്ജിത്ത് പോൾ ചുങ്കത്ത്, ജോബി മേലെടുത്ത് എന്നിവർ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട DYSP നമുക്കായി തുറന്നു നൽകിയിരിക്കുന്നു.
ഏറെ സ്നേഹത്തോടെ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പല ടൈപ്പിലുള്ള ആളുകളുണ്ടാവും. അവർക്ക് നിയന്ത്രിക്കാന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ആദ്യമായി ഒരു നിമിഷം മൗനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അസോസിയേഷൻ ട്രഷററും ശ്രീ ഷൈജു ബാബു മേനോന്റെയും ശ്രീ ഷൈജു ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോലി മുത്തട സാർ വിശിഷ്ട നമുക്ക് 2-3 മതിയുള്ളൂ. മത്സരായ ജനലക്ഷക്കണക്കിന് രൂപയോളം നമ്മൾ ധനസഹായം. ചാലക്കുടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം, ചാലക്കുടിയുടെ അമ്പ് പെരുന്നാളുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചാലക്കുടിയിലെ ഈ ഒരു അമ്പ് പെരുന്നാള്, സെന്റ് മേരീസ് ഫെറോന പള്ളിയിലെ അമ്പ് പെരുന്നാള് വിപുലമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ ബഹുമാനപ്പെട്ട MLA യുടെ നേതൃത്വത്തിലും അതിനുശേഷം പോലീസിന്റെയും മീറ്റിങ്ങുകൾ കഴിഞ്ഞു. ബൃഹത്തായ ഒരു ഇതുപോലെ വേറൊരു സിറ്റിയിലും കാണാത്തൊരു സംഭവമാണ്. ഒന്ന്, അമ്പ് തിരുനാള് ഏറ്റെടുത്ത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ടൊരു കമ്മിറ്റി, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ആഘോഷം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിനും ഒരു കൂട്ടായ്മ. അത് നിങ്ങളിലെ മനുഷ്യത്വമാണ് പുറത്തേക്ക് കാണിക്കുന്നത്. നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ അകമെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൊതുസമൂഹം നോക്കി കാണുന്നത്, നിങ്ങളത് എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ വ്യാപാരികളാണ്, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനങ്ങൾ നിങ്ങളുടെ കുടുംബത്തേക്ക് കൊണ്ടുപോകാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് നിങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ നിങ്ങളിന്ന് ചെയ്യുന്നത് അങ്ങനെയല്ല. നിങ്ങളിന്ന് പുറത്തോട്ട് നോക്കുകയാണ്. ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം, ചാലക്കുടി പള്ളിയിലെ പെരുന്നാള് ഈ വർഷം 7, 8, 9 തീയതികളിലാണ്. അതിൽ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് ചാലക്കുടിയിലെ വ്യാപാരികളാണ്. 7-ാം തീയതി സൗത്ത് അമ്പും മതസൗഹാർദ്ദ സമ്മേളനവും, 9-ാം തീയതി ടൗൺ അമ്പും നഗരക്കാഴ്ച ഈ തവണ നമ്മുടെ കണക്കനുസരിച്ച് 11 സ്റ്റേജോളം ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന. നമ്മുടെ വ്യാപാരികൾ പൂർണ്ണമായും 11 വ്യാപാരികൾ ഏകദേശം 60,000-70,000 ഒക്കെ വെച്ച് വ്യാപാരികൾ തന്നു. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം പരിഗണിച്ചാണ് സബ്സിഡി നിരക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചതിനൊപ്പം സപ്ലൈകോ വഴി നിലവിൽ 329 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന 1 ലിറ്റർ ശബരി നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില 309 രൂപയായി കുറയ്ക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഇതോടെ നോൺ സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 20 രൂപ കുറയും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെ പ്രദക്ഷിണത്തിന് നിയന്ത്രണം. ക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നിയന്ത്രണമുള്ളത്. തെക്ക് പടിഞ്ഞാറ് വടക്കു ഭാഗങ്ങളിലെ ശിവേലിപ്പുരയുടെ മേൽക്കൂരയിൽ പൊട്ടിനിൽക്കുന്ന കോൺക്രീറ്റ് പാളികൾ അടർത്തിമാറ്റി സിമന്റ് പ്ലാസ്റ്ററിംഗ് നടത്തേണ്ടതിനാൽ ഭക്തജന സുരക്ഷ മുൻനിർത്തിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവയ്ക്കാണ് നിയന്ത്രണം. ഒറ്റയടിക്ക് വർദ്ധിച്ചത് 4,840 രൂപ. വീണ്ടും കുതിച്ച് സ്വർണ്ണവില, വെള്ളിയിലും തിളക്കം. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു. 5 ദിവസത്തിനിടെ പവന് 20,000 രൂപയിലധികം കുറഞ്ഞ സ്വർണ്ണവിലയിൽ ബുധനാഴ്ച 4,840 രൂപയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. 1,17,720 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 605 രൂപയാണ് കൂടിയത്. 14,715 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ചൊവ്വാഴ്ച രാവിലെ പവന് 1,040 രൂപ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയോടെ 1,600 രൂപ വർദ്ധിച്ച് തിരിച്ചു കയറി. 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സർവകാല റെക്കോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുറയുന്നതാണ് ദൃശ്യമായത്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ആഗോള വിപണിയിൽ നിലനിൽക്കുന്ന അസ്ഥിരത അടക്കമുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ പ്രതിഫലിക്കുന്നത്. 1 കിലോ വെള്ളിക്ക് സംസ്ഥാനത്ത് 3,20,000 രൂപയാണ് വില. ഒറ്റയടിക്ക് 20,000 രൂപയാണ് വർദ്ധിച്ചത്. ഗ്രാമിന് 20 രൂപ കൂടി. 320 രൂപയാണ് ഇന്ന് 1 ഗ്രാം വെള്ളിയുടെ വില. KSRTC ആശുപത്രി തുടങ്ങുന്നുവെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം.
തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ KSRTCയുടെ സ്ഥലത്താണ് ആശുപത്രി ആരംഭിക്കുന്നത്. ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ നൽകിയിട്ടുണ്ട്. നിംസ് ആശുപത്രിയിൽ നിന്നും നെഫ്രോളജിസ്റ്റിന്റെ സേവനം സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവഴി പാവപ്പെട്ട രോഗികൾക്ക് വളരെ കുറഞ്ഞ തുകയ്ക്ക് ഡയാലിസിസ് നൽകാൻ സാധിക്കും. ഇതിനായി 10 ബെഡുകൾ ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. 10 ബെഡുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 10 മെഷീനുകളും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാനാകും. അതുകൂടാതെ എല്ലാ മരുന്നുകളും ന്യായവിലയ്ക്ക് അവിടുത്തെ ഫാർമസിയിൽ നിന്നും കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ജീവനക്കാർക്ക് മാത്രമല്ല പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താനാകുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. മധ്യ-കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യങ്ങൾ ഉന്നയിച്ച് ബെന്നി ബെഹനാൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാന സ്റ്റേഷനുകളായ അങ്കമാലി, ചാലക്കുടി, ആലുവ എന്നിവിടങ്ങളിൽ സുപ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് MP മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന കവാടങ്ങളായ ഈ സ്റ്റേഷനുകളിൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത് വിമാനയാത്രക്കാർക്കും നിത്യയാത്രക്കാർക്കും ഒരുപോലെ ഗുണകരമാകുമെന്ന് അദ്ദേഹം മന്ത്രിയെ ധരിപ്പിച്ചു. മംഗളൂരു തിരുവനന്തപുരം റൂട്ടിലോടുന്ന ഏർനാട് എക്സ്പ്രസിന് അങ്കമാലി സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണം എന്നതാണ് നിവേദനത്തിലെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമെന്ന നിലയിലും എയർപോർട്ടിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ ഹബ്ബ് എന്ന നിലയിലും അങ്കമാലിയുടെ പ്രാധാന്യം MP ചൂണ്ടിക്കാട്ടി. അതുപോലെ ചാലക്കുടി മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന തൂത്തുക്കുടി, പാലക്കാട്, പാലരുവി എക്സ്പ്രസിന് ചാലക്കുടിയിൽ സ്റ്റോപ്പ് വേണമെന്നും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഇത് വലിയ ആശ്വാസമാകുമെന്നും MP അറിയിച്ചു. കണ്ണൂർ തിരുവനന്തപുരം റൂട്ടിലെ പ്രധാന ട്രെയിനായ ജനശതാബ്ദി എക്സ്പ്രസിന് ആലുവയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആലുവയിൽ ജനശതാബ്ദിക്ക് സ്റ്റോപ്പ് നൽകുന്നത് ബിസിനസ് യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും ഏറെ സഹായകരമാകും. ആവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഈ 3 സ്റ്റേഷനുകളിലും ലഭ്യമാണെന്നും സ്റ്റോപ്പുകൾ അനുവദിക്കുന്നത് ട്രെയിനുകളുടെ സമയക്രമത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ബോർഡുമായും സദേൺ റെയിൽവേയുമായും ആലോചിച്ച് ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ മന്ത്രി ഉറപ്പു നൽകിയതായി ബെന്നി ബെഹനാൻ MP അറിയിച്ചു. ചാലക്കുടി ICDS പ്രൊജക്ട് ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി 1 വർഷത്തേക്ക് പ്രതിമാസം പരമാവധി 1500 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ സാധിക്കുന്ന വാഹനം ഡ്രൈവർ ഉൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ നൽകാൻ താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ഫെബ്രുവരി 6 ഉച്ചയ്ക്ക് 2 മണിവരെ ടെൻഡറുകൾ സ്വീകരിക്കും. ശിശു വികസന പദ്ധതി ഓഫീസർ, ICDS പ്രൊജക്ട് ഓഫീസ്, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ട്, ചാലക്കുടി, PIN 680-307 എന്ന വിലാസത്തിൽ ടെൻഡർ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി 0487 27064044 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാളിന് കൊടിയേറി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ അമ്പുതിരുനാളിനോടനുബന്ധിച്ച് മർച്ചന്റ് അസോസിയേഷന്റെയും യൂത്ത് വിങ്ങിന്റെയും ആഭിമുഖ്യത്തിൽ ആരവം 2026 പ്രകാശനവും ജീവകാരുണ്യ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിച്ചുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മധ്യ-കേരളത്തിലെ റെയിൽവേ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യങ്ങൾ ഉന്നയിച്ച് ബെന്നി ബെഹനാൻ MP കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.